എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഈസ്റ്റർ ദിനത്തിൽ ഷിർലും ഷിർലിന്റെ കുടുംബവും അങ്ങനെ വൈഫ് വീട്ടിൽ പോയേക്ക് ഭാര്യ വീട്ടിൽ പോയി. അവിടെ അങ്ങനെ ചെന്നു. ഞങ്ങളുടെ ലോകത്തൊരു അമ്മച്ചിനെയും കൂട്ടി ഞങ്ങൾ ഇന്നത്തെ ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടി ഭാര്യ വീട്ടിൽ പോയത്. അവിടെ ചെന്നപ്പോ ഫ്രണ്ടിലാകണ നമ്മുടെ സിറ്റ് ഔട്ടിലാകണ സോഫയിൽ നമ്മുടെ അളിയച്ചക്കൻ ഇരിക്കുകയാണ്. ചെക്കനെ കണ്ടപ്പോഴത്തേക്കും രണ്ടാമത്തെ കുട്ടി ഓടിക്കറി മടിയിലിരിക്കുന്നു. ഇളയവന്റെ കയ്യിലാക്കണ JCB അളിയൻ വാങ്ങിക്കൊടുത്താണ്. മൂത്തോള് ഭാണ്ഡക്കെട്ടൊക്കെ ആയിട്ട് ഇറങ്ങി കയറുകയാണ്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ആഘോഷിക്കുന്ന കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി, ഒരു മാറ്റം ഉണ്ടാകും. കാരണം ഞങ്ങളുടെ ഈസ്റ്റർ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മാത്രം ഭക്ഷണം കഴിച്ച് സ്വന്തമായിട്ട് ഉടുപ്പ് വാങ്ങി ജീവിക്കുകയല്ല. ഈ ചെറിയ ചെറിയ സഹായങ്ങൾ, എനിക്ക് കിട്ടിയ സഹായം ചെറുതായിട്ട് ഞാൻ പറഞ്ഞു ഇതിന്റെ മുമ്പ് ഒരു വീഡിയോയില്, അത് ഞങ്ങൾക്ക് 3-4 ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റി. അതേമാതിരി ഞങ്ങളിങ്ങനെ യാത്ര പോരുന്ന വഴിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ 3-4 രോഗികളെ സന്ദർശിക്കാൻ പറ്റി. അപ്പൊ നമ്മളെ ചുങ്കുണി പറയാണ്, ഇത് എങ്ങനെ വർക്ക് ചെയ്യണത് ചോദിക്കും. പൊക്കുന്നു താത്തുന്നു, അതിന്റെ ഒരു നിഷ്ഠുഷ്ടാണോ. അങ്ങനെ ഞങ്ങള് മേരിയമ്മച്ചിനെ കൊണ്ട് അങ്ങനെ ഭാര്യയുടെ അപ്പന്റെ അമ്മേനെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ റൂമിലേക്ക് കയറി അതാ സന്തോഷം പങ്കിടുകയാണ്. ആ അമ്മച്ചിക്കും മനസ്സിനും റിലാക്സ്. അങ്ങനെ കൊച്ചുങ്ങളെ കാണുമ്പോ ചില അമ്മച്ചിമാര് കുക്കളി കുത്തൂല, അതേമാതിരി അങ്ങനെ അമ്മ മക്കൾ ഒരേ മോഡൽ. അതിമനോഹരമായൊരു ഈസ്റ്റർ ദിവസമായിരുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും എന്ന് പറഞ്ഞ മാതിരി ജീവിതത്തില് ഒരുപാട് പ്രയാസങ്ങളുള്ള സമയങ്ങൾ നീറി നിൽക്കുന്ന സമയത്ത് ഒരു ആശ്വാസ നിലയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തുള്ള അമ്മച്ചിനെ കൊണ്ട് പോകാൻ പറ്റി. ഇതാണ് എൻ്റെ ഭാര്യ വീട് അടുക്കള. അങ്ങനെ ചെറിയൊരു വീട്ടിൽ സന്തുഷ്ട കുടുംബം. ഇതാണ് കിച്ചൺ. ഓക്കെ, നമ്മുടെ വർക്ക് ഏരിയ. അങ്ങനെ നമ്മുടെ അടുത്തുള്ള വീടുകളൊക്കെ ഭംഗിയായിട്ടുള്ള മുകളിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ്. മനോഹരമായ ഒരു ഈസ്റ്ററും കാലഘട്ടവും. ഇതൊക്കെ ഈ സംഭവമൊക്കെ നടക്കാൻ കാരണം കൃപാസനം എന്ന ആ പള്ളിയിൽ പോയി ഉടമ്പടി എടുക്കുകയും അവിടുത്തെ ഡെയിലി ബ്രെഡും സായാഹ്ന പ്രാർത്ഥനയൊക്കെ നടത്തി അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ പറ്റിയില്ലെങ്കിലും 10-25 മിനിറ്റ് ബൈബിളൊക്കെ വായിച്ച് അങ്ങനെയുള്ള ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാനായിട്ട് സഹായിച്ചു. അവിടെ അടുത്ത് മൂത്തോട് എന്നുള്ള ഒരു ആശ്വാസവാലിൽ പോകാൻ പറ്റി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിവർത്തിക്കാനും അതിലൂടെ ജീവിതങ്ങൾ മാറ്റിമറിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ നമ്മള് JCB പുതിയ വാങ്ങേണ്ട ഒരു ഭയങ്കര റെങ്കിലാട്ട് പുള്ളി. അതാണ് നമ്മളെ അമ്മസക. ശൂര വീര പരാക്രമാണ് കേട്ടോ. തൂമ്പായ കഴിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പൊ എന്താ പച്ചക്കറി എന്താ നടാൻ വേണ്ടി പോയതാ.